നമ്മൾ തൃശ്ശൂരിലേക്ക് തന്നെയാണ് മടങ്ങുന്നത്. 16ാമത് ഡിവൈഎഫ്ഐ സംസ്ഥാന സമ്മേളനത്തിന് അവിടെ തുടക്കമായിരിക്കുകയാണ്. ഡിവൈഎഫ്ഐ സംസ്ഥാന പ്രസിഡന്റ് വി വസീഫാണ് പതാക ഉയർത്തിയത്. പ്രതിനിധി സമ്മേളനമാണ് ഇനി അടുത്തതായി നടക്കുവാൻ പോകുന്നത്. അമൽനാഥ് പാടിച്ചാൽ കൂടി ചേരുന്നു നമ്മളോടൊപ്പം. അമൽ, നോക്കൂ, പ്രകാശ് രാജിന്റെ സാന്നിധ്യം വളരെ വലിയ തരത്തിൽ ചർച്ചയാകുന്ന ഒരു സമയം കൂടിയാണ്. രാജ്യത്തിന്റെ സമകാലീന രാഷ്ട്രീയ വിഷയങ്ങളെല്ലാം തന്നെ സജീവ സാന്നിധ്യമായിരുന്നു അദ്ദേഹം. അപ്പോൾ അദ്ദേഹം അവിടെ എത്തി നമ്മുടെ യുവതിയോട് എന്താണ് പറയുവാൻ പോകുന്നത് എന്ന് കേൾക്കുവാനുള്ളൊരു ആകാംക്ഷയും നമുക്കുണ്ടാകും. എന്തായാലും ഇപ്പോൾ അവിടെ പ്രതിനിധി സമ്മേളനം ആരംഭിക്കുവാനുള്ള തയ്യാറെടുപ്പുകളെല്ലാം പൂർത്തിയായോ? വിവരങ്ങൾ എന്തെല്ലാമാണ്? തീർച്ചയായും പ്രതിനിധി സമ്മേളനത്തിനായുള്ള ഒരുക്കങ്ങളൊക്കെ തന്നെയും ഇവിടെ പൂർത്തിയായി. അല്പസമയം മുൻപാണ് ഇവിടെ പതാക ഡിവൈഎഫ്ഐയുടെ സംസ്ഥാന പ്രസിഡന്റ് വി വസീഫ് ഉയർത്തിയിരുന്ന പ്രതിനിധികളൊക്കെ തന്നെയും രക്തസാക്ഷികളുടെ സ്മൃതി മണ്ഡപത്തിൽ പുഷ്പാർച്ചന നടത്തി. അതിനുശേഷം ഇപ്പോൾ ഈ പ്രതിനിധി സമ്മേളനം നടക്കുന്ന ഹാളിലേക്ക് പ്രതിനിധികളൊക്കെ തന്നെയും എത്തിക്കൊണ്ടിരിക്കുകയാണ്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ സംസ്ഥാനത്തെ 14 ജില്ലകളിൽ നിന്നും അതോടൊപ്പം തന്നെ ലക്ഷദ്വീപിൽ നിന്നുമായി 615ഓളം പ്രതിനിധികളാണ് ഈ പ്രതിനിധി സമ്മേളനത്തിൽ പങ്കെടുക്കുന്നത്. ഡിവൈഎഫ്ഐ എന്ന സംഘടനയുടെ ഈ ഒരു സമ്മേളനം 16ാമത് സംസ്ഥാന സമ്മേളനം അത് ജനങ്ങളൊക്കെ തന്നെയും ഉറ്റുനോക്കുന്ന ഒന്നാണ് എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. അത്തരത്തിൽ വിപുലമായ രീതിയിൽ തന്നെയാണ് ഈ സമ്മേളനം ഇവിടെ നടക്കുകയും ചെയ്യുന്നത്. സമ്മേളനത്തിന് 1 മാസം മുന്നേ തന്നെ വിവിധ രീതിയിലുള്ള കലാ കായിക പരിപാടികളൊക്കെ തന്നെ സംഘടിപ്പിച്ചുകൊണ്ടാണ് ഈ സമ്മേളനത്തിലുള്ള ഒരുക്കങ്ങളൊക്കെ തന്നെയും ആരംഭിച്ചിട്ടുള്ളത്. വലിയ ആവേശം തന്നെയാണ് നമുക്കിവിടെ കാണുവാനും കഴിഞ്ഞത്. അല്പസമയത്തിനകം തന്നെ പ്രതിനിധി സമ്മേളനം ഉദ്ഘാടനം ചെയ്യപ്പെടും. അത് ആക്ടിവിസ്റ്റും അതോടൊപ്പം തന്നെ നടനുമായ പ്രകാശ് രാജാണ് നിലവിൽ ഈ പ്രതിനിധി സമ്മേളനം ഉദ്ഘാടനം ചെയ്യുക. ഇപ്പോൾ സിന്ധുടി സൂചിപ്പിച്ചതുപോലെ തന്നെ വളരെ ചർച്ചയായി നിൽക്കുന്ന, അല്ലെങ്കിൽ പ്രകാശ് രാജ് എന്ന ആക്ടിവിസ്റ്റ് വളരെ ചർച്ചയായി നിൽക്കുന്ന ഒരു സാഹചര്യം കൂടിയാണ്. നിരവധി വിഷയങ്ങളിൽ തന്റെ അഭിപ്രായങ്ങൾ പറയുകയും തുറന്ന് പ്രവർത്തിക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ള വ്യക്തിയാണ് അദ്ദേഹം. അതേസമയം തന്നെ അല്പസമയത്തിനകം അദ്ദേഹം ഇവിടേക്ക് എത്തിച്ചേരുമെന്നാണ് നിലവിൽ മനസ്സിലാക്കുന്നത്. ഈ ഒരു ഉദ്ഘാടനം കഴിഞ്ഞ ഉടൻ തന്നെ സംസ്ഥാന സെക്രട്ടറി കെ സനോജ് പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിക്കും. അതിനുശേഷം പിന്നീട് ഗ്രൂപ്പ് ചർച്ചകൾ, അതോടൊപ്പം തന്നെ പൊതു ചർച്ചകൾ, അത്തരത്തിലുള്ള കാര്യങ്ങളിലേക്ക് കടക്കും. ഇന്നും നാളെയുമായാണ് ഈ ചർച്ചകൾ പുരോഗമിക്കുക. നാളെ വൈകുന്നേരം 5 മണിയോടുകൂടി രക്തസാക്ഷി കുടുംബ സംഗമം നടക്കും. ഈ രക്തസാക്ഷി കുടുംബ സംഗമം ഉദ്ഘാടനം ചെയ്യുന്നത് CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി ആയിട്ടുള്ള ഗോവിന്ദൻ മാഷാണ്. ശനിയാഴ്ച വൈകുന്നേരം 5 മണിയോടുകൂടിയാണ് പൊതുസമ്മേളനം നടക്കുക. പൊതുസമ്മേളനത്തോടുകൂടിയാവും 16ാമത് സംസ്ഥാന സമ്മേളനം സമാപിക്കുകയും ചെയ്യുക. പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനാണ്. അത്തരത്തിൽ വിപുലമായ രീതിയിലുള്ള പരിപാടികളാണ് ഇവിടെ സംഘടിപ്പിക്കപ്പെടുന്നത് എന്നുള്ളതാണ്. അതോടൊപ്പം കഴിഞ്ഞ ദിവസം 5 മണിയോടുകൂടിയാണ് ഈ ഒരു സമ്മേളനത്തിന് തുടക്കം കുറിച്ചത്. വിവിധ ഇടങ്ങളിൽ നിന്നുമായിട്ടുള്ള കൊടിമര, പതാക, ദീപശിഖ ജാഥകൾ ഈ സമ്മേളന നഗരിയിലേക്ക് കഴിഞ്ഞ ദിവസത്തോടുകൂടി എത്തിച്ചേരുകയായിരുന്നു. അതോടുകൂടിയാണ് ഇത്തരത്തിൽ സമ്മേളനത്തിന് തുടക്കം കുറിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇതിൽ പതാക CPM കേന്ദ്ര കമ്മിറ്റി അംഗം കെ രാധാകൃഷ്ണനും, കൊടിമരം സംസ്ഥാന കമ്മിറ്റി അംഗം എം വർഗീസും, ദീപശിഖ സംസ്ഥാന കമ്മിറ്റി അംഗം ഡോക്ടർ ബിന്ദുവും ഏറ്റുവാങ്ങുകയായിരുന്നു. വിവിധ ഇടങ്ങളിൽ നിന്നും, അതായത് ഈ കൂത്തുപറമ്പ് രക്തസാക്ഷി മണ്ഡപത്തിൽ നിന്നുമാണ് പതാക ജാഥ കഴിഞ്ഞ ദിവസം ആരംഭിച്ചത്. തിരുവനന്തപുരത്ത് നിന്നും കൊടിമര ജാഥ ആരംഭിച്ചു. കൊടുങ്ങല്ലൂർ KU ബിജു രക്തസാക്ഷി സ്മൃതി മണ്ഡപത്തിൽ നിന്നും ദീപശിഖ ജാഥ ആരംഭിച്ചു. അതിനു പുറമെ തന്നെ ദീപശിഖ ജാഥ ആരംഭിച്ചു. അതിനു പുറമെ തന്നെ തൃശൂർ ജില്ലയിലെ 25 ഡിവൈഎഫ്ഐ രക്തസാക്ഷികളുടെ സ്മൃതി മണ്ഡപത്തിൽ നിന്നും ഉപദീപശിഖ ജാഥകളും ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ഈ ജാഥകളൊക്കെ തന്നെ കടന്നുവരുന്ന ഓരോ വഴികളിലും വലിയ രീതിയിലുള്ള ഒരു ആവേശം, അല്ലെങ്കിൽ ഇതിന്റെ ഭാഗമായി നിരവധി പേരായിരുന്നു തടിച്ചുകൂടിയത് എന്നുള്ളതാണ്. അത്തരത്തിൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഡിവൈഎഫ്ഐയുടെ സംസ്ഥാന സമ്മേളനം അത് എല്ലാവരും ഉറ്റുനോക്കുന്നതാണ്. അതിന്റെ പ്രധാനപ്പെട്ട കാര്യമെന്ന് പറഞ്ഞാൽ നമ്മുടെ സമൂഹത്തിലെ എല്ലാ വിഷയങ്ങളിലും ഇടപെട്ട പ്രശ്നപരിഹാരത്തിന് മുൻപന്തിയിലുള്ള സംഘടനയാണ് ഡിവൈഎഫ്ഐ എന്നുള്ളതാണ്. നമുക്കറിയാം, വലിയ യുവജന സംഘടനയാണ് ഡിവൈഎഫ്ഐ. എല്ലാ ഓരോ യൂണിറ്റ് അവരുടെ നാടുകളിൽ ഇടപെടുന്നത് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. കഴിഞ്ഞ കുറച്ച് വർഷങ്ങൾ എടുത്ത് നോക്കുകയാണെങ്കിൽ കേരളത്തെ സംബന്ധിച്ച് നിരവധി മഹാമാരികൾ, അതോടൊപ്പം തന്നെ പ്രളയങ്ങളൊക്കെ തന്നെ നമുക്ക് കാണാൻ വേണ്ടി സാധിച്ചിരുന്നു. ആ പ്രളയ സാഹചര്യത്തിലും കൊറോണ പോലുള്ള മഹാമാരിയുടെ അല്ലെങ്കിൽ അത്തരത്തിലുള്ള വിഷയങ്ങളൊക്കെ ഉണ്ടാകുമ്പോഴും എപ്പോഴും മുൻപന്തിയിൽ ജനങ്ങൾക്ക് വേണ്ടി, അല്ലെങ്കിൽ ജനങ്ങൾക്ക് എന്താണോ ആവശ്യം അത് എത്തിച്ചു നൽകാൻ വേണ്ടി ഡിവൈഎഫ്ഐയുടെ പ്രവർത്തകർ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അതെ, അമൽ പറഞ്ഞതുപോലെ തന്നെ എല്ലാ മേഖലകളിലും കൃത്യമായ ഇടപെടലുകൾ നടത്തിയ സംഘടന തന്നെയാണ് ഡിവൈഎഫ്ഐ. ഡിവൈഎഫ്ഐയുടെ 16ാമത് സംസ്ഥാന സമ്മേളനത്തിന്റെ പ്രതിനിധി സമ്മേളനം ഉടൻ തന്നെ ആരംഭിക്കും.